അടിക്കുകയാണെങ്കിൽ അങ്ങ് തിരിച്ചടിക്ക്. നിങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കോമഡി ഒന്നും ഇപ്പൊ വർക്കാവൂല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. വീട്ടിലിരുന്ന് ബോറടിക്കണ്ട. എന്നാ നീ നിക്കണ്ട, അവിടെ തല കുത്തി നിന്നോ. പിന്നെ വലിയ കോമഡി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മക്കൊരു ടൂറ് പോയാലോ. ഇപ്പൊ വലിവൻ കേട്ടാന്ന് മനസ്സിലായി. എന്റെ ഉപ്പാനോടങ്ങ് ചെന്ന് പറഞ്ഞാ മതി. നടന്ന തന്നെ. ഇക്കാലങ്ങളെ പൂതി എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടാളി. നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പാനൊന്ന് സോപ്പിട്ട് നോക്കാം. അല്ല, എവിടേക്ക് ടൂർ പോവാൻ നിങ്ങളെ പ്ലാന്? ഊട്ടിക്കായാലോ? ഊട്ടിയൊന്നും വേണ്ട. നിനക്ക് ആകെ ഒരു ഊട്ടി തന്നെ അറിയുള്ളൂ. നമുക്ക് വല്ല ഫോറസ്റ്റോ ബീച്ചോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പോവാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഐഡിയ നന്നായിട്ട് കാര്യമൊന്നുമില്ല. ഉപ്പ സമ്മതിക്കും കൂടി വേണം. അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. വാ, എല്ലാരും വാ. നമുക്ക് നന്നായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിക്കാം. കമോൺ. കടബാധ്യത മൂലം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ബെസ്റ്റ്. ടൂറിന്റെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയാണ്. അതന്നെ. ആരാണാവോ ഇതുപോലത്തെ വാർത്തയൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. എന്നാ നിങ്ങളെ കാര്യം ഹുദാ ഹുവ. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ തളർത്താനാണോ? ഞാൻ തളർത്തിയില്ലേലും മൂപ്പര് നിങ്ങളെ തളർത്തും. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഇന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും പരിപാടിയാണോ? ഏയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? പിന്നെന്തായിരുന്നു ചർച്ച? ഇപ്പൊ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരോഗ്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇതിപ്പോ എന്തിനുള്ള സോപ്പാണാവോ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹമുണ്ട്. പൈസ വേണ്ടാത്ത ആഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ റെഡിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കി. ഉപകാരം ഒന്നും ചെയ്തിട്ടില്ലേലും ഉപദ്രവിക്കല്ലേ. അല്ല, ഇപ്പൊ എന്താ നിങ്ങളെ ആഗ്രഹം? വീട്ടിലിരുന്ന് ബോറടിക്കാണ്. നമുക്കൊന്ന് ടൂറ് പോയാലോ? അതാണ് ഞാൻ പറഞ്ഞത്. പൈസന്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അല്ലപ്പാ, ഇതിന് അത്ര പൈസ ഒന്നും വരൂല. കുട്ടികളുടെ ഒരു ആഗ്രഹല്ലേ, എന്നിട്ട് സാധിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് കാശില്ല. നിങ്ങളുടെ അടുത്ത് കാശുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് നിനക്കറിയണത്? എല്ലാരും ഇറങ്ങുമ്പോ നിങ്ങൾ പൈസ ഉണ്ടെന്ന് ഞാൻ കാണലുണ്ട്. അപ്പൊ കാശുണ്ടെന്ന് മനസ്സിലായി. പ്ലീസ് ഇപ്പൊ നമുക്ക് എങ്ങടെങ്കിലും ടൂർ പോവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല കാടോ ബീച്ചോ കാണാൻ പോവാ. എന്തിനാ കാടും ബീച്ചൊക്കെ? അതാവുമ്പോ അധികം കാശ് ചെലവാവൂല. എല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നിനക്കതൊക്കെ പറയാ. പൈസ പോണത് എന്റെയാണ്. ഓ, കാടെങ്കി കാട്. അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. ശരി. ഇന്നൊന്ന് അടിച്ച് പൊളിക്കണം. അതന്നെ. എത്ര കാലായി ഇങ്ങനത്തെ ഒരു ടൂറ് വന്നിട്ട്? ഇക്കൊരു സംശയം, ഞാൻ ഡോറടച്ചോന്ന്. തുടങ്ങി. 50 വട്ടെങ്കിലും നീ ഡോർ അടിച്ചിട്ടുണ്ടോന്ന് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടാപ്പൊ ഒരു സംശയം. എത്ര നോക്കിയാലും വീട് വിട്ട് പോരുമ്പോ ഒരു സംശയമാണ് വാതിലടച്ചോന്ന്. ഇനി പിന്നെ നിങ്ങൾക്ക് വാതിലും കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നൂടെ? വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാൻ. അല്ല, വല്ല കള്ളന്മാരും കേറുമോന്ന് പേടിച്ചിട്ടാണ്. പിന്നെ കള്ളന്മാർക്ക് നിങ്ങള് പുറത്തോടോ നോക്കി ഇരിക്കലല്ലേ പണി. ഇനി പതവാ കള്ളം കയറിയാലും കൊണ്ടുപോകാൻ വല്ലതും വേണ്ടേ? ഉപ്പ, നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്? എന്തോ ആലോചനയിലാണല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. പണ്ടിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ടൂറ് പോയിരുന്ന കാലം. ഒരിക്കൽ ഞാനും എന്റെ ഫ്രണ്ട്സും ഊട്ടിക്ക് ടൂറ് പോവുന്നു. അവിടെ ഞങ്ങളൊരു കാട്ടുകൂടെ പോകുമ്പോ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിന്റെ മുമ്പക്ക് ബാക്കി നിങ്ങൾ വേഗം പറയ്. വണ്ടിയുടെ മുമ്പക്ക് 5 ഒറ്റയാന വന്നു. അതെങ്ങനെ ഒരാളിൽ ഒറ്റയാനാന്ന് പറയണത്? ഇത് 5 ഉണ്ടല്ലോ. നിങ്ങളൊന്ന് മയത്തില് തള്ളു. നിങ്ങൾ സത്യം പറഞ്ഞാടി, ശരിക്കാരോ വന്നോ? നിങ്ങൾ അത്ര വിശ്വാസല്ല. അത് വന്നു, പക്ഷെ അതാണല്ല. പിന്നെ എന്താണ് വന്നത്? വല്ല ഈച്ച കൊതുകായിരിക്കും. നിങ്ങൾ കാര്യം പറ, ശരിക്കെന്താ വന്നത്? 5 മുയലാ വന്നത്. ആദ്യേ അറിയായിരുന്നു 5 ആന വന്നിട്ടില്ലാന്ന്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? നായനെ കാണുമ്പോ ഓടുന്ന നിങ്ങളല്ലേ. അപ്പൊ ആന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ അറ്റാക്ക് ഒന്ന് വെച്ചിട്ടുണ്ടാവും.
പിന്നെ ഞങ്ങളൊരു ദിവസം പോകുമ്പോ ഒരു സംഭവം ഉണ്ടായി. ആ മതി, ഇനി ഒരു തള്ളും കൂടി കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. ഇപ്പൊ തന്നെ തള്ളി തള്ളി വണ്ടി പറയാനായി, ഇനി തള്ളണ്ട. അല്ല മക്കളെ, നമുക്ക് ആദ്യം എങ്ങട്ടാ പോണ്ടത്? ആദ്യം നമുക്ക് ബീച്ചിക്ക് പോവാം. ആദ്യം നമുക്ക് ഊട്ടി പോവാം, എന്നിട്ട് തിരിച്ചു വരുമ്പോ ബീച്ചിൽ പോവാം. ആ ശരി, അങ്ങനെ മതി. അത് ശരിയാ, അങ്ങനെ മതി. ഓക്കെ, അപ്പൊ ഇനി നേരെ ഊട്ടിക്ക്. ആ ഇതാ വേഗം വിട്ടോളി. ആദ്യം നമുക്ക് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഫ്രഷ് ആവുന്നു. ആ ശരി. നീ എന്തിനാ ശരി പറയണത്? നീ ആഴ്ചയിൽ ഒരു ദിവസം പോലും കുളിക്കാറില്ലല്ലോ. ഒന്ന് പോടി, നിന്റെ പറച്ചിൽ കേട്ടാത്തത് നീ ദിവസം കുളിക്കാറുണ്ടെന്ന്. മതി തല്ലു കൂടിയത്. നിങ്ങൾ എല്ലാവരുടെ കുളിയുടെ കാര്യമൊക്കെ അറിയാം. അത് അവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി റൂം എടുക്കാം. ഉപ്പ, നമുക്ക് AC റൂം എടുത്താലോ? പിന്നെ ഈ കൊടും തണുപ്പത്തല്ലേ AC. റൂമൊക്കെ ഞാൻ എടുത്തോണ്ട്, നിങ്ങളൊരു അക്ഷരം മുണ്ടരുത്. എല്ലാരും എന്റെ പിന്നാലെ വായോ. ഹായ്, എന്ത് ഭംഗിയുള്ള റൂമാ. അതെ, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു റൂം കാണുന്നത്. ഞാനും. റൂമിന് ഭംഗി മാത്രല്ല കൂടുതല്, നല്ല പൈസയുണ്ട്. റൂമിന് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നിലത്ത് കുറച്ച് പൊടി ഉണ്ട്. എവിടെ പൊടി? ഞങ്ങൾക്കൊന്നും കാണാനില്ലല്ലോ. എനിക്ക് പൊടിയൊന്നും കാണാനില്ല. ആ, ഇങ്ങളെ പോലെ അല്ല ഞാന്, എനിക്ക് കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ടൊരു മോപ്പ് വാങ്ങിക്കൊണ്ട് വരുമോ? ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനാണ്. നിനക്കെന്താ ഭ്രാന്താണോ? ഇവിടെ തുടച്ച് വൃത്തിയാക്ക ഈ റൂം നമ്മൾ വാങ്ങിയതൊന്നുമല്ല. നിങ്ങളെന്താ വിചാരിച്ചത് 24 മണിക്കൂറും തുടച്ചോണ്ടിരിക്കാതെ നമ്മളെ വീടാണെന്നോ? അതെന്നെ, തുടക്കാനാണെങ്കിൽ ഈ ഊട്ടി വരെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ മോപ്പും പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ കുഞ്ഞിപ്പാത്തോ, നിനക്ക് ഈ കുട്ടികളുടെ വിവരം കൂടി ഇല്ലല്ലോ. എന്നാ വേഗം ഓരോരുത്തരായി ഫ്രഷ് ആയിക്കോളി. നീ പോയി ഫസ്റ്റ് കുളിച്ചോ, എനിക്ക് തണുത്തിട്ട് വയ്യ. അതെന്താ, രണ്ടാമത് കുളിക്കുമ്പോ തണുപ്പ് കുറയോ? അല്ലമ്മ, കുളിക്കണോ? ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചാ പോരെ? അല്ല, അതും നിർബന്ധല്ല. വേഗം പോയി കുളിച്ചോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗാർഡൻ കാണാൻ പോവാ. ഓക്കെ ഓക്കെ. എല്ലാരും വേഗം പോന്നോളി. ഹായ്, എന്തൊരു ഭംഗിയാ. എത്ര പൂക്കളാ ഇവിടെ. പിന്നെ ഗാർഡനിലെ പൂക്കളല്ലാതെ വേറെന്താ ഉണ്ടാവുക? ഇത്ര ഭംഗിയുള്ള ചെടികൾ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ചെടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ഭംഗിയായിരിക്കുംല്ലേ. കണ്ടിട്ട് തന്നെ കൊതിയാവണു. പോകുമ്പോ ഇതിന്ന് കുറച്ച് കമ്പെടുക്കണം. ഇതിന്ന് കമ്പൊന്നും എടുക്കാൻ പറ്റൂല. ആരെങ്കിലും ചെടി മോഷ്ടിക്കുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അയാളോട് പോയി ചോദിച്ചിട്ട് 4 കമ്പ് വാങ്ങിയിട്ട് വാ. പിന്നെ അയാൾ അവിടെ കമ്പ് തരാതിരിക്കല്ല നിനക്ക്. ചെടിയിൽ തൊടരുത് ഉള്ള ബോർഡ് നീ അവിടെ കണ്ടില്ലേ? ആർക്കും കൊടുക്കൂലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത്? ഇത് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ചെടി മോഷ്ടിക്കാനുള്ള സ്ഥലമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഗാർഡനിക്ക് വന്നിക്കണ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമാണ്, അല്ലാതെ ചെടി കക്കാനല്ല. എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? നിങ്ങളെ സ്വഭാവത്തിനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവിടെ നിന്ന് നല്ല കൂടാതെ നമ്മളെ വീടല്ല, ഇങ്ങോട്ട് നമ്മൾ ടൂർ വന്നതാണ്. എടാ മജീദേ, നീ എന്റെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്ത് താട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പൂതി. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണം. കുടുംബശ്രീത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, പ്രത്യേകിച്ച് അരമണി. അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്തരാം. പിന്നെ എടാ ചക്ക, നന്നായി ഫോട്ടോ എടുക്കണം. ഇന്നെ കണ്ട പൂക്കളുടെ ഇടയിൽ ഒരു മാലാക നിക്കണ പോലെ തോന്നണം. മാലകട പോലെയല്ല, വടക്ഷിയുടെ പോലെയൊക്കെ തോന്നുന്നത്. ആ, നിങ്ങളെ കണ്ടൊക്കെ ഒരു കാട്ടുപോത്തിനെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ചിരിച്ചാ മതിയോ? ഓക്കെ, അടുത്ത ഫോട്ടോയില് വേറൊരു പോസ് ഇടി. ഓക്കെ. ഇതെന്ത് പോസാണ്? ഇതെന്താ കഥകളിയോ?
ആ എന്നാ ഞാൻ വേറൊരു പോസ് ഇടാം. നിങ്ങളെന്താ കരാട്ടാണോ? എന്താ ഇന്റെ പോസിന് ഒരു കുഴപ്പം? നിങ്ങൾക്കൊന്നും ഇപ്പത്തെ ട്രെൻഡ് അറിയില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. എന്റെ കയ്യില് വേറെയും പോസുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ഇവിടെ കാണിക്കരുതേ.